സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജാലിയൻ വാലാബാഗായിരുന്നു സേലം ജയിൽ. കൊല്ലപ്പെട്ടവരിലധികവും വടക്കേ മലബാറിലെ കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തവർ. കർഷക സമര പോരാളികളെ അറസ്റ്റ് ചെയ്ത് സേലത്ത് കൊണ്ടുപോയി ജയിലടച്ചു. ആ ജയിൽ അനക്സിനുള്ളിൽ വെച്ച് സമരസേനാനികളായ സഖാക്കളെ തുരുതുര നിറയൊഴിച്ച് കൊലപ്പെടുത്തുകയായി. 22 പേർ കൊല്ലപ്പെട്ടു. 22 പേർ. 1950 ഫെബ്രുവരി 11 സേലത്തെ സഖാക്കളെ വെടിവെച്ച് കൊന്നപ്പോ, ഒഞ്ചിയത്തെ സഖാക്കളെ വെടിവെച്ച് കൊന്നപ്പോ, പാടിക്കുന്നിൽ സഖാക്കളെ കൊന്നപ്പോ ഒക്കെയും തമിഴ്നാടിന്റെ ഭാഗമായ ഈ മലബാറിന്റെ കൂടി അധികാര സ്ഥാനത്തുണ്ടായിരുന്നത്, പോലീസിനെ നിയന്ത്രിച്ചിരുന്നത് കോൺഗ്രസിന്റെ നേതാവ് കോഴിപ്പുറത്ത് മാധവ മേനോനായിരുന്നു. കോൺഗ്രസ് നാട് ഭരിക്കുമ്പോ, കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോ, കോൺഗ്രസ് നേതാവ് ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിയ ഒരു ചരിത്രമാണിത്. ബ്രിട്ടനും കോൺഗ്രസും വേട്ടയാടിയ ആ വേട്ടയെ നേരിട്ട് വളർന്നു വന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതാണ് അനുഭവം. പിന്നിട്ട വഴിത്താരകൾ മനുഷ്യരക്തം കൊണ്ട് ആർദ്രമായതാണ് എന്ന് ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഏവരും ഓർത്തിരിക്കേണ്ടതാണ്. നമ്മളെ വിമർശിക്കുന്നവരുണ്ടാവാം, അവർക്കതിന് അവകാശമുണ്ട്. പക്ഷെ വിമർശിക്കുമ്പോൾ ഓർക്കണം, ഇന്ന് കാണുന്ന എണ്ണിയാലൊടുങ്ങാത്ത പീറ പാർട്ടികളെ പോലൊന്നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് ആകാശത്തോളം ഔദ്ധത്യമുണ്ടായിരുന്ന എല്ലാ പിന്തിരിപ്പൻ ശക്തിയോടും ഇഞ്ചോടിഞ്ചി ഏറ്റുമുട്ടി പടപൊരുതി വളർന്നു വന്നവരാണ്. ആ മഹത്തായ ചരിത്രത്തിന്റെ നേരവകാശികളായിട്ടാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നു വന്നത്, മുൻപോട്ട് വന്നത്.